അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 തജ്വീദുൽ ഖുർആൻ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യണം. ക്ലാസ് 4 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ പ്രവർത്തനം നോക്കൂ. കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, വലല്ലീൻ എന്നതിലെ വാദിനെ നീട്ടൽ നിർബന്ധമാണ്. ഓപ്ഷൻസ് നോക്കൂ. 3 അലിഫിൻ്റെ ഖദർ, 6 അലിഫിൻ്റെ ഖദർ, 4 അലിഫിൻ്റെ ഖദർ. ചരിത്രം 3 അലിഫിൻ്റെ ഖദർ. 2 സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ. ഓപ്ഷൻസ് ഇൽഹാർ ചെയ്യണം, ഇഖ്ഫാ ചെയ്യണം, ഇദ്ഗാം ചെയ്യണം. ചരിത്രം ഇഖ്ഫാ ചെയ്യണം. ഇനി കൂട്ടുകാർ ശ്രദ്ധിക്കുക, സാക്കിനായ നൂനിന് ശേഷം ബാ വന്നാൽ എന്താണ് അവിടെ വിധി? ആ നൂനിനെ ഇഖ്ലാബാണ് നാം ചെയ്യുക. കൂട്ടുകാരെല്ലാവരും പാഠഭാഗം കൃത്യമായും വായിച്ച് മനസ്സിലാക്കിയാൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ എളുപ്പമായി ഉത്തരം എഴുതാവുന്നതാണ്. ഇനി 3 മദ്ദക്ഷരം നീട്ടാൻ ആവശ്യമായ സമയം മാത്രം നീട്ടലാണ്. ഓപ്ഷൻസ് മദുൽ മുൻഫസിൽ, മദുൽ ലാസിം, മദുൽ അസ്ലി. ചരിത്രം മദുൽ അസ്ലി. 4 വഖീല മൻ റാഖ് എന്ന ആയത്തുള്ള സൂറത്ത്. ഓപ്ഷൻസ് അൽ ഖിയാമ, യാസീൻ, അൽ കഹഫ്. ചരിത്രം സൂറത്തുൽ ഖിയാമ. 5 താഉ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ പുറത്തു വരണം. ഓപ്ഷൻസ് തായിൻ്റെ ശബ്ദം, ഹായിൻ്റെ ശബ്ദം, അലിഫിൻ്റെ ശബ്ദം. നമുക്കറിയാം താഉ മർബൂത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ ഉത്തനീസ് ആണ്. ഹ ഉത്തനീസ് ചേർത്ത് ഓതുമ്പോൾ താ ആയും വഖഫ് ചെയ്യുമ്പോൾ ഹ ആയുമാണ് ഉച്ചരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് ചരിത്രം? അതെ, ഹായിൻ്റെ ശബ്ദം. ഇനി അടുത്ത പ്രവർത്തനം, ചേരുംപടി ചേർക്കുക. അതിൽ 6 അല്ലമൽ ഖുർആൻ. 7 മിൻ ഖൗഫ്. 8 അതാഅൻ. 9 ലാ അഅ്ബുദു. ഇപ്പുറത്ത് നോക്കൂ, മദുൽ മുത്തസിൽ, ബി മദുൽ മുൻഫസിൽ, സി മദുൽ ലീൻ, ഡി മദുൽ ആരിൽ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 6 അല്ലമൽ ഖുർആൻ. ചരിത്രം ഏതാണ്? ഡി മദുൽ ആരിലാണ്. അതായത് ഇത് മദുൽ ആരിലിന് ഒരു ഉദാഹരണമാണ്. ഇനി 7 മിൻ ഖൗഫ്. ഇത് ഏതിൻ്റെ ഉദാഹരണമാണ്? സി മദുൽ ലീൻ, സി എന്ന് എഴുതുക. 8 അതാഅൻ. ചരിത്രം മദുൽ മുത്തസിൽ. ഇനി 9 ലാ അഅ്ബുദു. ചരിത്രം ബി മദുൽ മുൻഫസിൽ, ഡി സി എ ബി. ചേരുംപടി ചേർക്കുക. അതിൽ ബി നോക്കൂ. 10 സാക്കിനായ മീമിന് ശേഷം ഫാ വന്നാൽ. 11 സാക്കിനായ നൂനിന് ശേഷം ബാ വന്നാൽ. 12 തൻവീനിന് ശേഷം ഖാഫ് വന്നാൽ. 13 സാക്കിനായ നൂനിന് ശേഷം ലാം വന്നാൽ. ഇപ്പുറത്ത് നോക്കൂ, ഇദ്ഗാമും ബിലാ ഗുന്ന, ബി ഇൽഹാർ, സി ഇഖ്ലാബ്, ഡി ഇഖ്ഫാ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. ഇപ്പോൾ സാക്കിനായ മീമിന് ശേഷം ഫാ വന്നാൽ അവിടെ എന്താണ് വിധി? അതെ, ഇൽഹാറാണ്, ബി എന്ന് എഴുതുക. 11 സാക്കിനായ നൂനിന് ശേഷം ബാ വന്നാൽ. ചരിത്രം സി ഇഖ്ലാബ്. 12 തൻവീനിന് ശേഷം ഖാഫ് വന്നാൽ. ചരിത്രം ഡി ഇഖ്ഫാ. 13 സാക്കിനായ നൂനിന് ശേഷം ലാം വന്നാൽ. ചരിത്രം ഇദ്ഗാമും ബിലാ ഗുന്ന, ബി സി ഡി എ. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 14 ഖുർആനിൽ ഡാഷ് സ്ഥലങ്ങളിൽ സക്തയുണ്ട്. അവിടെ പൂരിപ്പിക്കേണ്ടത് 4. ഖുർആനിൽ 4 സ്ഥലങ്ങളിൽ സക്തയുണ്ട്. 15 മദുൽ ആരിലിനെ ഡാഷ് അലിഫിൻ്റെ ഖദർ വരെ നീട്ടലാണ് നല്ലത്. അവിടെ പൂരിപ്പിക്കേണ്ടത് 3. മദുൽ ആരിലിനെ 3 അലിഫിൻ്റെ ഖദർ വരെ നീട്ടലാണ് നല്ലത്. 16 ഐൻ സീൻ ഖാഫ് എന്നതിൽ 3 സ്ഥലത്ത് മദ് ഡാഷ് ഉണ്ട്. അവിടെ പൂരിപ്പിക്കേണ്ടത് ലാസിം. ഐൻ സീൻ
ഖാഫ് എന്നതിൽ 3 സ്ഥലത്ത് മദ്ദുൽ ലാസിമുണ്ട്. 17 സിൽസാലഹ ഇവിടെ ഡാഷ് ആയ മദ്ദിലാണ് വഖഫ് ചെയ്യേണ്ടത്. അവിടെ പൂരിപ്പിക്കേണ്ടത് അസ്ലിയ്. സിൽസാലഹ ഇവിടെ അസ്ലിയായ മദ്ദിലാണ് വഖഫ് ചെയ്യേണ്ടത്. 18 കസ്സബത്ത് എന്നതിലെ തായിൻ്റെ പേര് ഡാഷ് എന്നാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് താ മജ്റൂറ. കസ്സബത്ത് എന്നതിലെ തായിൻ്റെ പേര് താ മജ്റൂറയാണ്. ഇനി അടുത്ത പ്രവർത്തനം, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 19 അൽ ഹാഖ എന്നതിലെ മദ്ദിൻ്റെ പേരെന്ത്? ഉത്തരം മദ്ദുൽ ലാസിം. 20 മദ്ദക്ഷരത്തിനു ശേഷം അതേ കലിമത്തിൽ ഹംസ വന്നാൽ ഉണ്ടാകുന്ന മദ്ദ് ഏത്? ഉത്തരം മദ്ദുൽ മുത്തസിൽ. 21 ഖാല എന്നതിൽ ഏത് മദ്ദാണ്? ഉത്തരം മദ്ദു അസ്ലിയ്. 22 ഹും ഫീഹ എന്നതിലെ സാക്കിനായ മീമിൻ്റെ വിധി എന്ത്? ഉത്തരം ഇൽഹാർ. 23 അഹ്കാമു നൂനി വത്തൻവീനിൽ ഇഖ്ലാബിൻ്റെ ഹർഫ് ഏത്? ഉത്തരം ബാ. ഇനി അടുത്ത പ്രവർത്തനം, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24 ഖുർആനിൻ്റെ ശാപത്തിന് കാരണമാകുന്നവർ ആര്? ഉത്തരം നിയമം പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്നവർ. 25 ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെ? ഉത്തരം ഹംസ, ഹാ, ഐന്, ഹാ, റൈന്, ഖാ. 26 ഏതാണ് സ്ഥിരമായ സുക്കൂന്? ഉത്തരം ചേർത്തി ഓതുമ്പോഴും വഖഫ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന സുക്കൂനാണ് സ്ഥിരമായ സുക്കൂന്. 27 സൂറത്തുകളുടെ തുടക്കത്തിലുള്ള ഹുറൂഫുൽ മുഖത്തയിൽ 8 എഴുതുക. ഉത്തരം നൂൻ, സ്വാദ്, ഹാ, കാഫ്, മീം, ലാം, ഹാ, സീൻ. 28 മദ്ദുല്ലീൻ എന്നാൽ എന്ത്? ഉത്തരം ലീൻ അക്ഷരത്തിനു ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂൻ വന്നാൽ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ്ദുല്ലീൻ എന്ന് പറയുന്നത്. 29 വഅ്ബുദു ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെ? ഉത്തരം അസ്ലിയായ മദ്ദിൻ്റെ ഖദറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അവസാനത്തിൽ മീമിൻ്റെയോ ഹായിൻ്റെയോ ശബ്ദം വരരുത്. വല്ലാതെ നീളുന്നത് ഒഴിവാക്കണം. 30 ഫതഹത്ത് തൻവീൻ വരുന്ന പദങ്ങളിൽ വഖഫ് ചെയ്യേണ്ടതെങ്ങനെ? ഉത്തരം ഫതഹത്ത് തൻവീൻ വരുന്ന പദങ്ങളിൽ അസ്ലിയായ മദ് നൽകിയാണ് വഖഫ് ചെയ്യേണ്ടത്. ഇവിടെ 2 ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി വഖഫ് ചെയ്യണം. 31 സൂറത്തു യാസീനിൽ ശക്തിയുള്ള ആയത്തേത്? ഉത്തരം അംബഅസ്നാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ. അടുത്ത പ്രവർത്തനം, 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32 ഖുർആൻ പാരായണം. അപ്പം നോക്കൂ, ഖുർആൻ പാരായണം വളരെ പുണ്യമുള്ള ഇബാദത്താണ്. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്നവരെ അല്ലാഹു തആല അവൻ്റെ അഹ്ലുക്കാർ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അന്ത്യനാളിൽ ഖുർആൻ സാക്ഷി നിൽക്കും. അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനങ്ങളായ ഖുർആൻ ചില പ്രത്യേക നിയമങ്ങൾ പാലിച്ചുകൊണ്ടേ പാരായണം ചെയ്യാവൂ. നിയമം പാലിക്കാതെയുള്ള പാരായണം കുറ്റകരവും ഖുർആനിൻ്റെ ശാപത്തിന് കാരണമാകുന്നതുമാണ്. തർത്തീൽ, ഹദർ, തദ്വീർ എന്നിങ്ങനെ ഖിറാഅത്തിന് 3 രൂപങ്ങളുണ്ട്. 33 യോജിച്ച ഉദാഹരണങ്ങൾ ചേർത്തെഴുതുക. ഇവിടെ നമുക്ക് 5 ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വലല്ലാലീൻ അർറഹ്മാനിർ റഹീം. ഇവിടെ നോക്കൂ, മദുൽ മുൻഫസിൽ, മദുൽ ലാസിം, മദുൽ അസ്ലിയ്, മദുൽ ആരിൽ, മദുൽ മുത്തസിൽ എന്ന് കൊടുത്തിരിക്കുന്നു. ഓരോന്നിനും യോജിച്ച ഉദാഹരണം അതിന് നേരെ എഴുതണം. മദുൽ മുൻഫസിൽ അതിനേതാണ് യോജിച്ചത്? അതെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. മദുൽ മുൻഫസിൽ എന്നാൽ എന്താണ്? ഒരു കലിമത്തിൻ്റെ അവസാനം മദ്ദക്ഷരവും തൊട്ടടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസയും. ഇനി നോക്കൂ, മദുൽ ലാസിം അതിനെന്താണ് ശരിയായത്? നമുക്ക് പാരായണം ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലായിട്ടുണ്ടാകും.
അതെ. വലല്ലാലീൻ. ഇനി അടുത്തത് മദുൽ അസ്ലിക്ക്. മദുൽ അസ്ലിക്കിന് ഏതാണ് ശരിയായ ഉദാഹരണം? അതെ, ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. ഇനി അടുത്തത് മദുൽ ആരിൽ. അർ-റഹ്മാനിർ റഹീം. ഇനി അടുത്തത് മദുൽ മുത്തസിൽ. അതിന് ശരിയായത് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഈ ഓരോ വിധിയുടെയും എക്സ്പ്ലനേഷൻ ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരെ, ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.